അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഫ്രീ പാനിൽ കാസർഗോഡ് സ്റ്റൈലിൽ ഒരു കലത്തപ്പാണ് ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കാൻ 15 മിനിറ്റാണ് എടുക്കുക. ഇവിടെ ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് നമ്മളെ മറ്റുള്ള ജോലിയും ചെയ്യാം. പിന്നെ കുട്ടികൾ സ്കൂളൊക്കെ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇത് ഒഴിച്ച് അപ്പോഴേക്ക് കുട്ടികളെ റെഡിയാക്കാനെല്ലാം പോകാം. വളരെ എളുപ്പമാണ്. എന്നാൽ പിന്നെ അതിന് എന്തൊക്കെയാ സാധനങ്ങൾ വേണ്ടതെന്ന് നോക്കാം. 2 കപ്പ് പച്ചരി കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ രാത്രി കുതിർത്തിയതാണ്. ഒരു 3 മണിക്കൂർ കുതിർത്തിയാൽ മതിയാവും. 1 കപ്പ് ചോറ്, 1 കപ്പ് തേങ്ങ, ആവശ്യത്തിന് ഗീ, ഉപ്പ്, വെള്ളം, ചോറ്, തേങ്ങ മിക്സ് ചെയ്ത് കൊടുക്കാം. അര ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കും. ഒന്നും ചേർക്കാൻ പറ്റില്ല, വെറുതെ ആദ്യം അരക്കാം. നല്ലപോലെ മുങ്ങുന്ന വിധത്തിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഒരു ഫുൾ അരച്ചായിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഇതിൻ്റെ കട്ടിയൊക്കെ ഒന്ന് നോക്കാം. ദോശനേക്കാളും കുറച്ച് കട്ടി കൂടുതൽ വേണം. കുറച്ചും കൂടി ലൂസാക്കാം. മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ച് കൊടുക്കാം. ഈ ഒരു കട്ടിയാണ് വേണ്ടത്. ഒന്ന് ഉപ്പിയൊക്കെ ചെയ്ത് നോക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പൊക്കെ മതി. ഇത് ഞാൻ ഫ്രൈ പാനിലാണ് ചുടുന്നത്. ഞാൻ 2 വിധത്തിൽ കലത്തപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് ഗീ ചേർത്തിട്ടും മറ്റൊന്ന് വെളിച്ചെണ്ണയിൽ ഉള്ളി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ഗ്രാനൈറ്റ് ഫ്രൈ പാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അടിയട്ടിയുള്ള ഏത് പാത്രം എടുക്കാം. 2 ടീസ്പൂണ് ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗീയൊക്കെ ചൂടായി ഇതിലേക്ക് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് 2 പ്രാവശ്യമായിട്ട് ഒഴിക്കാനുണ്ട്. ഇതിനെ അടച്ചിട്ട് 2 മിനിറ്റ് ഫുൾ തീയിൽ വെച്ചതിന് ശേഷം ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. പറഞ്ഞോട്ട കലത്തപ്പം ആയിട്ടുണ്ട്. അതിന് പ്ലേറ്റിലേക്ക് മറിച്ചത്. അടിഭാഗം കുറച്ച് കുക്ക് ചെയ്യാനുണ്ട്. ഇതിലേക്ക് പിന്നെ അടിച്ചു വെക്കാണ്ട് കുക്ക് ചെയ്തെടുക്കാം. കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിൽ വെക്കാം. ചേർത്തിട്ടുള്ള കലത്തപ്പം ചുട്ടെടുക്കുന്നതല്ല മറ്റേ കലത്തപ്പം ചുട്ട പോലെ തന്നെ ചുട്ടെടുത്താൽ മതി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഉള്ളി ഇടാൻ പാടില്ല, അല്ലെങ്കിൽ വെളിച്ചെണ്ണ വേറെ തന്നെ ചുവ വരും. ഉള്ളി കുറച്ചിട്ട് കൊടുത്താൽ മതി. അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് നന്നതിനൊന്നും ആകണ്ട, ഒരു ഇതുപോലെ ആയാൽ മതി. ഇതിലേക്ക് മാവ് ഒഴിച്ചെടുക്കുന്നുണ്ട്. കലത്തപ്പം റെഡിയായി. നല്ല ഉള്ളിലൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് ഉള്ളിൽ. പുറത്ത് ഭാഗം നല്ല മൊരിഞ്ഞിട്ട് നല്ല ഇത് ഇറച്ചിക്കറി, മീൻ കറി, ചിക്കൻ കറി ഏതിൻ്റെ നല്ല കോമ്പിനേഷനാണ്. കാരണം ഇന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തന്നെ വരാം. താങ്ക് യു.